ക്യൂട്ടിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റത്തെ 2 മൊഡ്യൂള്, ഫസ്റ്റ് ക്യൂട്ടിയുടെ ബേസിക് ആയുള്ള കാര്യങ്ങൾ, രണ്ടാമത്തെ മൊഡ്യൂളില് കോറിലേഷൻ റിഗ്രഷൻ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഇന്ന് നമ്മൾ 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാണ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് തിയറിയാണ്, 3rd മൊഡ്യൂളിലെ കുറച്ച് തിയറി ഭാഗമാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. തിയറി ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് 2 മാർക്കിന് ഈ ഭാഗത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 3rd മൊഡ്യൂള് ഇതാണ്, പ്രോബബിലിറ്റിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സെറ്റ് തിയറി. എന്റെ വോയിസും സ്ക്രീനും ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാവോ? വോയിസിൽ ഓക്കെ, റെഡി. ജസ്റ്റ് മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടുത്താണ്. 3rd മൊഡ്യൂള് പ്രോബബിലിറ്റി, അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സെറ്റ് തിയറി. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അതിൽ വരുന്നത്. ഇതിൽ പ്രോബ്ലം ഉണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. മീൻസ് ഒരു 5 മാർക്കിന് 2 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ തിയറി, ഇപ്പൊ സെറ്റ് തിയറി, അതിന്റെ തിയറി പാർട്ട് ചോദിക്കാറുണ്ട്. പ്രോബബിലിറ്റി എന്താന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി, അത് തിയറി ഭാഗമാണ്. മീനിങ്, ഡെഫിനിഷൻസ് തിയറിയാണ് ചോദിക്കാറുണ്ട്. പിന്നെ അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി, അതും അഡീഷണൽ താഴെ പറയുന്നുണ്ട്. തിയറംസ് ഓഫ് പ്രോബബിലിറ്റിയിൽ അഡീഷൻ തിയറും മൾട്ടിപ്ലിക്കേഷൻ തിയറും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അഡീഷൻ തിയറും മൾട്ടിപ്ലിക്കേഷൻ തിയറും. പിന്നെ അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്നുള്ളത്, ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താന്നുള്ളത്, ബയസ് തിയറം എന്താന്നുള്ളത്. ഇതിന്ന് തിയറി ആയിട്ടും ചെറിയ പ്രോബ്ലം ആയിട്ട് എസ്സേക്കൊന്നും വരാറില്ല. 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് പൊതുവെ ഈ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ അല്ല, എന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുതേ. നമ്മൾ കോറിലേഷൻ ഒക്കെ പറഞ്ഞത്തോളം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണല്ലോ കേട്ടോ. മൊഡ്യൂളിൽ ടോട്ടൽ ഒരു 13 മാർക്കിനൊക്കെയാണ് നമ്മുടെ സിലബസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. എനിവേ, നേരെ വിഷയത്തിലേക്ക് പോവാണ്. ആദ്യം എന്താണ് സെറ്റ് തിയറി എന്നുള്ളത് പറയാണ് കേട്ടോ. സെറ്റ് എന്നത് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂട്ടിയുടെ ടൈപ്സ് പറഞ്ഞ ഭാഗത്ത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വാട്ട് ഈസ് സെറ്റ്? ക്യൂട്ടിയുടെ ടൈപ്പ് പറഞ്ഞപ്പോ ഞാനൊരു ഉദാഹരണമൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെ, ഗ്രൂപ്പ്. നോക്കിയേ, സെറ്റ് നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ സെറ്റിക്കാണ് എന്റെ സെറ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളൊരു സെറ്റ് ഉണ്ടാക്കലുണ്ട്. സെറ്റ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കലുണ്ട്. ആ ഗ്രൂപ്പിനെയാണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ വിളിക്കുന്ന പേരാണ് സെറ്റ്. അപ്പൊ സെറ്റ് എന്താന്നുള്ളത് 2 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ, കുറച്ച് ഡാറ്റകളുടെ ഒരു കൂട്ടത്തെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിന്റെ ടൈപ്സ് ഇതിൽ 1-2 ഒരു 2 ഒക്കെ 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതിന്റെ ടൈപ്സ് നമ്മൾ ഇനി കുറച്ചെണ്ണം പറയുന്നുണ്ട്. ഇതിൽ 2 ഒക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നൾ സെറ്റ്, നൾ എന്നുള്ളതിന്റെ അർത്ഥം അല്ലെ. നോക്കിയേ, എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ നോ എലമെന്റ്. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് ഇതാണ്, നോ എലമെന്റ്. ഒരു സെറ്റില്, സെറ്റ് നമ്മൾ വരക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഒരു ബ്രാക്കറ്റിലാണ്, ശ്രദ്ധിച്ചോളേ, ഈ ബ്രാക്കറ്റിലാണ് നമ്മൾ സെറ്റിന് എഴുതാറുള്ളത്. അപ്പോ ഒന്നും എഴുതാത്ത അഥവാ നോ എലമെന്റ്, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെ നൾ സെറ്റ് എന്ന് വിളിക്കും. അതിന് നമ്മൾ വേറെ ഒന്നും പറയാണ്ട് ഒരു 0 ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും, അഥവാ ഒന്നുമില്ല എന്നർത്ഥം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു ടേം ആണ് കേട്ടോ. അങ്ങനെ ഒരു 0 വരച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഒന്നുമില്ലാത്ത, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. നൾ എന്നുള്ളതിന്റെ അർത്ഥം നോ എലമെന്റ് എന്ന് ഓർത്തു വെക്കുക, 0, കാലി. സബ്സെറ്റ്, ഇത് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. എന്താണ് സബ്സെറ്റ് എന്നുള്ളത് ശ്രദ്ധിച്ചോളി. ഇഫ് എവരി എലമെന്റ് ഓഫ് എ സെറ്റ് എ ഈസ് ആൾസോ ആൻ എലമെന്റ് ഓഫ് സെറ്റ് ബി, അങ്ങനെയാണെങ്കിൽ എ ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് ബി. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. അപ്പൊ നിങ്ങളെ തേങ്ങ ആട്ടാൻ പോയി, തേങ്ങ ആട്ടുക, ഈ ചിലപ്പോ ഈ ലാംഗ്വേജിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് അങ്ങനെ നമ്മുടെ ക്ലാസ്സിലുണ്ട്.
ഇപ്പൊ ചിലപ്പോ ഞാൻ പറയുന്ന ഈ കൊളോക്കിയൽ ലാംഗ്വേജ് ചിലപ്പോ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. മനസ്സിലാവാത്ത ടൈം എന്തെങ്കിലും പറയണ്ടേ നിങ്ങളൊന്ന് പറയണേ. എനിവേ നമ്മൾ തേങ്ങ ആട്ടാൻ പോയി. അപ്പൊ നമുക്ക് തേങ്ങ ആട്ടാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എണ്ണയാണല്ലോ അല്ലെ. എണ്ണ, വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, അതാണ് നമ്മുടെ സെറ്റ്, ഒരു സെറ്റ്. അതിന്റെ സാധനം തേങ്ങ ആട്ടുമ്പോൾ വെളിച്ചെണ്ണ മാത്രമല്ല നമുക്ക് കിട്ടുക, വേറെ സാധനം കിട്ടുമല്ലോ അല്ലെ. പിണ്ണാക്ക് നാട്ടാ നമ്മളെ നാട്ടിലൊക്കെ പറയാം കൊപ്ര. പിണ്ണാക്ക്. പിണ്ണാക്ക്. ഓക്കെ. ആ പിണ്ണാക്കിന് നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. അതെന്താ? തേങ്ങ എന്ന് പറയുന്ന ആ സെറ്റിൽ നിന്നും സബായിട്ട് വരുന്നതാണ് പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മളെ മറ്റേ വെളിച്ചെണ്ണയും. അപ്പൊ തേങ്ങന് മെയിൻ സെറ്റ് ആയിട്ട് എടുക്കുക, മുമ്പിൽ മെയിൻ ആണ്. അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതാണ് പിണ്ണാക്കും അതുപോലെ തന്നെ എന്താ വെളിച്ചെണ്ണയും. നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു സദ്യ വേണമെന്ന് പറഞ്ഞു അല്ലെ. സദ്യ എന്ന് പറഞ്ഞാൽ ചോറ് കിട്ടും, റൈസ് കിട്ടും. അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതാണ് അതിന്റെ ഉപ്പേരികളും മറ്റേ രസം, പായസം, പപ്പടം ഒക്കെ. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ളത്, സബ്സെറ്റ് പറഞ്ഞാൽ ആ മെയിനിൽ നിന്നും സബായിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം നോക്കിയേ. ഒരു സെറ്റ് ഇതാ ബി എന്ന് പറയുന്ന ഒരു സെറ്റാണ്. 5, 4, 8, 10, 9, 2, 1. ഇതൊരു സെറ്റാണ്. ഇതിന്റെ സബ്സെറ്റ് നോക്കിയേ. ഇതിൽ ഏത് എലമെന്റ് എടുത്താലും സബ്സെറ്റ് ആട്ടോ. ഞാൻ ആദ്യം 5, 4, 8 എടുത്തു അല്ലെ. 5, 4, 8 ഇതിൽ വരുന്നതാണ്. അപ്പൊ ഈ 5, 4, 8 ഇതിന്റെ സബ്സെറ്റ് ആണ്. 8, 10, 1 എടുത്തു. 8 ഇതിൽ വരുന്നുണ്ട്, 10 ഇതിൽ വരുന്നുണ്ട്, 1 ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സബ്സെറ്റ് ആണ്. 1, 2, 4, 10 എടുത്തു. 1 ഇതിൽ വരുന്നുണ്ട്, 2 ഇതിൽ വരുന്നുണ്ട്, 4 ഇതിൽ വരുന്നുണ്ട്, 10 ഇതിൽ വരുന്നുണ്ട്. ഇനി ഞാനിതാ വേറൊരു സെറ്റ് ചെയ്താണ് 5 എന്ന് എഴുതി. അപ്പൊ 5 ഇതിന്റെ സബ്സെറ്റ് ആണ്, കാരണം 5 എന്നുള്ള എലമെന്റ് ഇതിൽ വരുന്നുണ്ട്. ഇനി വേറൊന്ന് എഴുതാണേ 9, 2 എന്ന് എഴുതി. 9, 2. 9, 2 ഇതിന്റെ സബ്സെറ്റ് ആണ്, കാരണം എന്ത് ചെയ്യുന്നുണ്ട്, 9ഉം ഇതിൽ വരുന്നുണ്ട്, 2 ഇതിൽ വരുന്നുണ്ട്. എന്നാ എന്റെ ചോദ്യം കേട്ടോ, ഞാൻ വീണ്ടും ഒരു സെറ്റ് എഴുതാണ് 6 എന്ന് എഴുതി. എന്റെ ചോദ്യം, ബി എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണോ 6? ഒന്ന് പറയാൻ പറ്റുമോ? അല്ല. കാരണം ബി എന്ന സബ്സെറ്റില് 6 ഉൾപ്പെട്ടിട്ടില്ലല്ലോ. 6 വരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും 6 ഇതിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ സബ്സെറ്റ് എന്താണ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു സെറ്റില് വരുന്ന എലമെന്റ്സുകൾ മറ്റൊരു സെറ്റിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു സെറ്റിലുള്ള എലമെന്റ്സുകൾ അതൊന്നാവട്ടെ, രണ്ടാവട്ടെ, മൂന്നാവട്ടെ, എത്രയാവട്ടെ, ഇതിലുള്ളത് തന്നെ ആവണം കേട്ടോ, ഇതിൽ ഇല്ലാത്തത് പറ്റൂലേ. ഒരു സെറ്റിൽ വരുന്ന എലമെന്റ്സുകൾ മറ്റൊരു സെറ്റില് വരുന്നുണ്ടെങ്കിൽ ഈ മെയിൻ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ മെയിൻ സെറ്റ് അറിയുന്നത് ബി ആണ് കേട്ടോ. ആ ബിന്റെ സബ്സെറ്റ് ആണ് എ, സി, ഡി, ഇതൊക്കെ ബിന്റെ സബ്സെറ്റ് ആണ്. ഇനി ഒന്നുകൂടെ നോക്കിയേ. ഇഫ് എവരി എലമെന്റ് ഓഫ് എ സെറ്റ് എ ഈസ് ആൾസോ ആൻ എലമെന്റ് ഓഫ് സെറ്റ് ബി, എ ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് ബി. എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല, എഴുതിയത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ പറയാണേ. ഇതാ നിങ്ങൾ എ മാത്രം എടുക്കട്ടോ, എ മാത്രം എടുക്കേ, എയും ബിയും മാത്രം എടുക്കേ. ഞാൻ ഒന്നുകൂടെ പറയണേ. എ എന്ന് പറയുന്ന, ശരിക്കും ശ്രദ്ധിച്ചോളേ, എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ കറക്റ്റ് നോക്കട്ടോ. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇതൊരു എ പറയുന്ന സെറ്റാണ്. ഇതിന്റെ എല്ലാ എലമെന്റും, ഇപ്പൊ എല്ലാ എലമെന്റും എന്താണ്, ഇതിൽ 5 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ എല്ലാ എലമെന്റും മറ്റൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നുകൂടെ പറയാണ്. എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റുകളും ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എ കണ്ടെയ്ൻസ് എന്നാണ് അതിന് വായിക്കുക കേട്ടോ. ഒരു സി എന്ന് എഴുതിയിട്ട് അതിന്റെ ഇടയിൽ വരക്കുക. അപ്പൊ എ കണ്ടെയ്ൻസ് ബി, അത് ഇങ്ങനെയാണ് വായിക്കുക. എ കണ്ടെയ്ൻഡ് ബി, അഥവാ ബിയിൽ ആര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ സബ്സെറ്റ് അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും. ആ സെറ്റിൽ വരുന്ന ഏതെങ്കിലും എലമെന്റ് മറ്റൊരു സെറ്റിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ ആ മെയിൻ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് വിളിക്കാം. മെയിൻ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉദാഹരണം എഴുതിയിട്ട് അതിനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒന്നും കൂടെ പറയണം, ഇവിടെ എഴുതിയാൽ നോക്കി ഒന്നും കൂടെ പറയാണ്. ഇഫ്
എവരി എലമെന്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റുകളും ഈസ് ആൾസോ ആൻ എലമെന്റ് ഓഫ് സെറ്റ് ബി. സെറ്റ് ബിയിലെ എലമെന്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. സെറ്റ് എയിലെ എല്ലാ എലമെന്റുകളും സെറ്റ് ബിയിലെ എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈസ് കോൾഡ് എ സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്ന മെയിൻ ആളുടെ, ബി എന്ന് പറയുന്ന മെയിനിന്റെ സബ് പറയാം. ബിയുടെ സബ്ബാണ് സി എന്ന് പറയുന്നത്, ബിയുടെ സബ്ബാണ് ഡി എന്ന് പറയുന്നത്. ഈ ബി വേറെ എന്തെങ്കിലും എഴുതിക്കണമെങ്കിൽ അത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും, അതിന് സബായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സബ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് നൾ സെറ്റ് പറഞ്ഞാൽ ഒരു എലമെന്റും ഇല്ലാത്ത, നോ എലമെന്റ് എന്ന് പറഞ്ഞു, ഒരു എലമെന്റും ഇല്ലാത്ത എം ടി ആയിട്ടുള്ള, ఖాళీ ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു മെയിൻ സെറ്റ് ഉണ്ടാവും, അതിന്റെ സബായിട്ട് വരുന്ന സെറ്റുകളെയാണ് സബ് സെറ്റ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തത് ഡിസ്ജോയിന്റ് സെറ്റ്. സബ്സെറ്റിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഈ ചിത്രം നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? എ എന്ന് പറയുന്നത് 5 4 8, ബി എന്ന് പറയുന്നത് 10 9 2 1. എയും ബിയും ഡിസ്ജോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. വാക്ക് തന്നെ കിട്ടും. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്? സെറ്റ് ഏലുള്ളത് ബിയിൽ ഉണ്ടാവില്ല. വെരി ഗുഡ്. യെസ് യെസ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിക്കാരം. എയിലുള്ള ഒരു സാധനം പോലും ബിയിൽ വരൂല, ബിയിലുള്ള ഒന്ന് പോലും എയിലും വരൂല. എൻറ്റയർലി ഡിഫറെന്റ്, അതാ ഡിസ്ജോയിന്റ്, ജോയിന്റ് അല്ലാത്തത്, അതാണ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടു സെറ്റ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ് സെറ്റ് ഇഫ്, കണ്ടോ, നോ എലമെന്റ് ഓഫ് എ ഈസ് ഇൻ ബി. എയിലുള്ള ഒരു എലമെന്റ് എവിടെ ഉണ്ടാവില്ല? ബിയിൽ ഉണ്ടാവില്ല. നേരെ തിരിച്ചും പറയാം, ബിയിലുള്ള ഒരു എലമെന്റ് എവിടെ ഉണ്ടാവില്ല? എയിലും ഉണ്ടാവില്ല. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരുന്ന സെറ്റിനെയാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തത് യൂണിയൻ ഓഫ് ടു സെറ്റ്. അതിങ്ങനെയുണ്ടോ ഡിനോട്ട് ചെയ്യുക? ഇത് വായിക്കുക, എ യൂണിയൻ ബി എന്നാട്ടോ വായിക്കുക. എ യൂണിയൻ ബി, ഒരു യൂന്ന് എഴുതിയിട്ട്. അതായത് നോക്കിയേ. ഈ എക്സാമ്പിൾ നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ നോക്ക്. എ എന്ന് പറയുന്നത് 1 2 പറയുന്നത് 1 3 5. ഇനി എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1 2 3 5 പറയാൻ പറ്റുമോ? ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കും കേട്ടോ. യൂണിയൻ, ആ വാക്ക് തന്നെ കിട്ടണം. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. യെസ്, രണ്ടിലും വരുന്നത്. കോമൺ എന്നല്ല കേട്ടോ, അത് ഇനി വേറെ വരുന്നുണ്ട്. നോക്കിയേ, ഒന്ന് ഏലുണ്ട്, അപ്പൊ ഒന്ന് നമ്മൾ എഴുതി. 2 ഏല് വരുന്നുണ്ട്, അപ്പൊ 2 നമ്മൾ എഴുതി. 3 ഏല് വരുന്നുണ്ട്, 3 നമ്മൾ എഴുതി. ഇനി വീണ്ടും ബി എടുത്ത് നോക്കിയേ, അതിൽ 1 വരുന്നുണ്ട്, ഒന്ന് ഓൾറെഡി എഴുതിയോണ്ട് ഇനി വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. 3 അത് ഓൾറെഡി നമ്മൾ എഴുതിയോണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് 5 ആണ്, അപ്പൊ 5 എഴുതി. ചുരുക്കി പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന മുഴുവൻ എണ്ണവും നമ്മൾ എ യൂണിയൻ ബിയിൽ എഴുതണം. പക്ഷെ എന്ത് വേണ്ട? റിപ്പീറ്റ് ചെയ്യണ്ട. ഒന്ന് ഓൾറെഡി ഒരൊറ്റ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും 1 എഴുതേണ്ട ആവശ്യമില്ല. 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും 3 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എയിലുള്ള മുഴുവൻ സാധനങ്ങളും വേണം, ബിയിലുള്ള സാധനങ്ങളും വേണം. പക്ഷെ എന്ത് വേണ്ട? റിപ്പീറ്റേഷൻ വേണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. ഇനി ഒന്ന് നോക്കിയേ, യൂണിയൻ ഓഫ് ടു സെറ്റ് എന്ന് പറയുന്നത്, യൂണിയൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഈസ് സെറ്റ് ഓഫ് all those elements which belong to A or B or to both. ഇത്രേ ഉള്ളൂ. all those elements, എയിലും ബിയിലുള്ള മുഴുവൻ എലമെന്റ്സും എ യൂണിയൻ ബിയിൽ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. എയിലും ബിയിലുള്ള മുഴുവൻ എലമെന്റ്സ്, മുഴുവനും വേണം കേട്ടോ, കോമൺ ആയിട്ട് വരുന്നതല്ല, മുഴുവനും. എയിലുള്ള മുഴുവനും എ യൂണിയൻ ബിയിൽ വേണം, ബിയിലുള്ള മുഴുവനും എ യൂണിയൻ ബിയിൽ വരണം. പക്ഷെ എന്ത് വേണ്ട? റിപ്പീറ്റേഷൻ വേണ്ട. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. എ എന്ന് പറയുന്നത് 2 3 4 5, ബി എന്ന് പറയുന്നത് 3 5 7 8. ഇനി നമ്മൾ എഴുതാൻ പോവാണേ 2. ആദ്യം 2 ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ 2 നമ്മൾ എഴുതി. എ നോക്കാം കേട്ടോ. പിന്നെ 3 ഉണ്ട്, അപ്പൊ നമ്മൾ വീണ്ടും 3 എഴുതി. 4 ഇവിടെ വരുന്നുണ്ട്, 4 എഴുതി. 5 വരുന്നുണ്ട്, അതുകൊണ്ട് 5 എഴുതി. ഇനി ബി എടുത്ത് നോക്കിയേ, അതിൽ 3 വരുന്നുണ്ട്, 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അപ്പൊ ഇനി എഴുതേണ്ട ആവശ്യമില്ല. 5 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എഴുതേണ്ട ആവശ്യമില്ല. 7 വരുന്നില്ലല്ലോ, അതുകൊണ്ട് 7 നമ്മൾ എഴുതി. 8 അവിടെ വരുന്നില്ല, അതുകൊണ്ട് 8 എഴുതി. ചുരുക്കി പറഞ്ഞാൽ എ യൂണിയൻ ബി എടുത്ത് നോക്കിയേ, എയിലുള്ള ഫുൾ എലമെന്റ്സ് ഇവിടെ ഉണ്ട്, ബിയിലുള്ള ഫുൾ എലമെന്റ്സും ഉണ്ട്. പക്ഷെ എന്തില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടിലും വരുന്നത് രണ്ടിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഒരു തവണ എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? എ യൂണിയൻ ബി ക്ലിയർ ആണോ?
സാർ സെക്കൻഡ് വന്ന് പറഞ്ഞില്ലേ എ ഈസ് കണ്ടെയ്ൻഡ് ബി എന്ന്. സെക്കൻഡ് വൺ അതന്നെ സബ്സെറ്റ്. അപ്പൊ അതില് റിപ്പീറ്റേഷൻ വന്നാലും എഴുതൂല, അതിൽ എയിലും ബിയിലും റിപ്പീറ്റ് വന്നാ? അല്ല, അതില് ബി എന്ന് അത് നോക്ക, അതില് റിപ്പീറ്റ് എന്നുള്ളൊരു ഒരു വിഷയം അതിൽ വരുന്നില്ല കേട്ടോ. കാരണം ബി എന്ന് പറയുന്ന ഒരു മെയിൻ സെറ്റ് ഉണ്ടാവും, അതിൽ വരുന്ന ഏതെടുത്ത് എഴുതിയാലും അതൊക്കെ അതിന്റെ സബ്സെറ്റ് ആണ്. ബിയിൽ വരുന്ന ഏത് നമ്മൾ എടുത്ത് എഴുതിയാലും അതൊക്കെ അതിന്റെ സബ്സെറ്റ് ആണ്. 5 4 എഴുതി, അല്ലെ 8 10 എഴുതി, അല്ലെ 10 9 2 1 എഴുതി, 1 2 എഴുതി, ഏതെടുത്ത് എഴുതിയാലും ബിയിൽ വരുന്ന ഏതെടുത്ത് എഴുതിയാലും നമുക്കറിയാം ഇതൊക്കെ ബിന്റെ സബ്ബാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോ 5 ഇയാൾ ചോദിച്ചെങ്ങനെ ആയിരിക്കും? ഇപ്പൊ 5 ഞാൻ 2 എഴുതി, എന്നാലും ബിയുടെ സബ്സെറ്റ് ആണ്, കാരണം 5 എന്നുള്ളത് ഇതിൽ വരുന്നതാണ്. ഒരാൾ 5ഉം 6ഉം എഴുതി, അപ്പൊ നമുക്ക് അതിന്റെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 6 എന്നുള്ളത് ഇതിൽ വരുന്നില്ല, ബിയിൽ വരുന്നില്ല. അപ്പോ ഈ ഒരു മെയിൻ സെറ്റ് ഉണ്ടാവും, അതില് ഉള്ള ഏതൊക്കെ എലമെന്റ് നമ്മൾ എഴുതിയോ അതിനൊക്കെ അതിന്റെ സബ്സെറ്റ് എന്ന് പറയും. എത്ര സബ്സെറ്റ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? 1000കണക്കിന് സബ്സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഡിസ്ജോയിന്റ് പറഞ്ഞാൽ തമ്മിൽ ഒന്ന് മറ്റേതിൽ കണക്റ്റഡ് ഉണ്ടാവില്ല, ഒക്കെ ഡിഫറെന്റ് ആയിക്കാരം. മേലും ബിയിലുള്ള മുഴുവനും നമ്മൾ എഴുതും, പക്ഷെ എന്ത് ചെയ്യൂല, റിപ്പീറ്റ് ചെയ്യൂല, 1 2 എഴുതില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്, അഞ്ചാമത്തത് ഇന്റർസെഷൻ ഓഫ് ടു സെറ്റ്. അതിനെങ്ങനെയാണ് കാണിക്കുക? യു തിരിച്ചിട്ടത്, അതിനെ ഇന്റർസെഷൻ നമ്മൾ വിളിക്കുക. ഇന്റർസെഷൻ ചിത്രം നോക്കിയേ, സോറി ചിത്രമല്ല, എക്സാമ്പിൾ നോക്കുക. അതായത് രണ്ടിലുമുള്ള, ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടിലുമുള്ള കോമൺ എലമെന്റ്സ് മാത്രം എടുക്കും, അതാണ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, എക്സാമ്പിൾ നോക്കട്ടെ, ഇതൊക്കെ എക്സാമ്പിൾ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. A 1 2 3 എഴുതി, B 1 3 5 എഴുതി, ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താ നോക്കിയേ? 1 എയിലും വരുന്നുണ്ട്, ബിയിലും വരുന്നുണ്ട്. 3 അല്ലെ, എയിലും വരുന്നുണ്ട്, ബിയിലും വരുന്നുണ്ട്. 2 എയിലേ വരുന്നുള്ളൂ, ബിയിൽ വരുന്നില്ല, അപ്പൊ 2 എടുക്കാൻ പറ്റൂല. 5 ബിയിൽ വരുന്നുള്ളൂ, എയിൽ വരുന്നില്ല, അപ്പൊ 5 എടുക്കാൻ പറ്റൂല. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1ഉം 3 ആണ്. അതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു ചിത്രം വരച്ച് പറയുകയാണല്ലേ, നോക്കിയേ, ഇങ്ങനെ ഉണ്ടോ ഇന്റർസെക്ഷനെ നമ്മൾ ചിത്രം വരക്കുമ്പോൾ ഇങ്ങനെ വരിക ഉണ്ടോ, ഈ രൂപത്തില്. ഇതിൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, ആ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് ഇന്റർസെക്ഷൻ ആയിട്ട് നമ്മൾ പറയാം കേട്ടോ. അതാ ഈ സെൻട്രത്തെ ഈ ഭാഗം നോക്കിയേ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് അതിൽ കാണിക്കുക അല്ലെ, രണ്ടിലും വരുന്നതാണ് ആ ഭാഗത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇന്റർസെക്ഷൻ നമ്മൾ ചിത്രമായിട്ട് വരക്കുക. അതും നിങ്ങൾ നോട്ട് തയ്യാറാക്കുമ്പോൾ ഒന്ന് വരച്ചു വെക്കണേ. അപ്പോ എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിന് എടുത്ത് എഴുതുന്നതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇന്റർസെക്ഷൻ ക്ലിയർ അല്ലേ? പറഞ്ഞോളൂ. യെസ് സർ. ഈ വെൻ ഡയഗ്രാം ഒക്കെ നമുക്ക് എക്സാമിന് വരുമോ? ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം ചോദിക്കാൻ സാധ്യത ഉണ്ട്, നമ്മൾ സിലബസിൽ പറയുന്നതാണത് വെൻ ഡയഗ്രാം. അത് ഞാനും അടുത്ത ക്ലാസ്സിൽ അത് പറയും കേട്ടോ. ഇന്ന് സെറ്റാണ് നമ്മൾ പറയുന്നത്. വെൻ ഡയഗ്രാം ചോദിക്കാറുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. 1 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്, എപ്പോഴും ചോദിക്കുന്നതല്ല, എപ്പോഴേലൊക്കെ 1 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഇങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. വെൻ ഡയഗ്രാമും ഇതിന്റെ ഒരു ഭാഗമാണ്, ഈ മൊഡ്യൂൾ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇന്റർസെക്ഷൻ നമ്മൾ പറഞ്ഞു. അടുത്തത് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്. ഡിഫറൻസ് ആ വാക്ക് തന്നെ കിട്ടണേ, അഥവാ എ മൈനസ് ബി, ഡിഫറൻസ് ആണ്, അതാണ് കേട്ടോ. നോക്കിയേ, എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് അത് വിശദീകരിക്കാം. 1 2 3 ആണ്, ബി 1 3 5. ഡിഫറൻസ് പറഞ്ഞാൽ കുറക്കാന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതായത് എയിൽ ഉണ്ടാവും വേണം, ആദ്യം തരുന്നത് എ ആണല്ലോ, എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എയിൽ ഉണ്ടാകണം, എ എന്ന സെറ്റിൽ വരണം, പക്ഷെ ബി എന്ന സെറ്റിൽ വരാനും പറ്റില്ല. നോക്ക്, 1 എയിലുണ്ട്, ബിയിലുണ്ട്, അപ്പൊ അത് നമുക്ക് കൂട്ടാൻ പറ്റൂല. 3 എയിലും വരുന്നുണ്ട്, ബിയിലും വരുന്നുണ്ട്, അതും കൂട്ടാൻ പറ്റൂല. ഇവിടെ ആൻസർ ഏതാണ്? 2 ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചു ചോദിക്കും, ബിയിൽ വരുന്നതും എയിൽ വരുന്നത്, അത് പറ്റൂല കേട്ടോ. ആദ്യം എഴുതുന്നതാണ് നമ്മൾ നോക്കുക. അതായത് ആദ്യം എ അല്ലേ പറഞ്ഞത്, അപ്പൊ എയിൽ വരണം,
ബിയിൽ വരാൻ പാടില്ല, എയിൽ വരണം ബിയിൽ വരാൻ പാടില്ല. അങ്ങനത്തെ എലമെന്റുകളെയാണ് ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 2 ആണ്, കാരണം 2 എയിൽ വരുന്നുണ്ട് ബിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഡിഫറൻസ് ഓഫ് 2 സെറ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി ആണ്. ഇതിൽ എ മൈനസ് ബി ഏതാന്ന് ചോദിച്ചാൽ ആൻസർ 2 എന്നുള്ളതാണ്. ഇനി ഇവിടെ അടുത്തൊരു വേറൊരു എക്സാമ്പിൾ നോക്കിയേ. 2, 3, 4, 5, 8 നോക്കി നിങ്ങള്. 2 എന്നുള്ളത് എയിൽ വരുന്നുണ്ട് ബിയിൽ വരുന്നില്ല, അപ്പൊ 1 നമുക്ക് 2 എടുക്കണം. അടുത്ത് നോക്കി. 3 എന്നുള്ളത് എയിലുണ്ട് ബിയിലുണ്ട്, അപ്പൊ അത് എടുക്കാൻ പറ്റൂല. 4 എന്നുള്ളത് എയിലുണ്ട് ബിയിലില്ല അല്ലെ, ബിയിലില്ല, അപ്പൊ അത് എടുക്കാം, 4 എടുക്കാം. 5 എന്നത് എയിലുണ്ട് ബിയിലുണ്ട്, അപ്പൊ അത് എടുക്കാൻ പറ്റൂല. 8 എന്നത് എയിലുണ്ട് ബിയിലുണ്ട്, അപ്പൊ അത് എടുക്കാൻ പറ്റൂല. അപ്പൊ എയില് വരുന്നതും ബിയിൽ വരാത്തതുമായിട്ടുള്ള 2 വാല്യൂസ്, ഒന്ന് 2ഉം ഒന്ന് 4ഉം ആണ്. ഇതാണ് ഡിഫറൻസ് ഓഫ് 2 സെറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തിൽ വരണം, രണ്ടാമത്തിൽ വരാനും പാടില്ല. അപ്പോ ഇത്രയാണ്, ഈ 6 നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ സി, സിനെ എന്റെ തലന്റെ മുകളിൽ എഴുതും കോംപ്ലിമെന്റ് എന്നുള്ളത്, അഥവാ യൂണിയൻ മൈനസ് എ എന്നുള്ളതാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ 6 ടൈപ്സ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിലേതെങ്കിലും 2 എപ്പോഴും ചോദിക്കാറുണ്ട്. പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഒന്ന് യൂണിയൻ ചോദിക്കാറുണ്ട്, ഡിസ്ജോയിന്റ് ചോദിച്ചിട്ടുണ്ട്, നൾസെറ്റ്, സബ്സെറ്റ്. ഈ ആദ്യത്തെ 4 കൂടുതൽ ഞാൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സെറ്റ് എന്നുള്ള ഭാഗത്തുള്ള തിയറി പാർട്ട്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലെ? ഈ 6 ടൈപ്പ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയാവോ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ 3rd മൊഡ്യൂളിന്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 2 ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിഗ്രഷന്റെ ഒരു ഭാഗവും 2 3rd മൊഡ്യൂളിന്റെ സെറ്റ് എന്നുള്ളതിന്റെ തിയറി ഭാഗവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സർ.